Good morning. Today going to talk about principles of storage and stores accounting. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോറേജ് ആൻഡ് സ്റ്റോഴ്സ് ഒക്കെ, അതായത് ഇൻവെൻട്രി കൺട്രോൾ ആൻഡ് പർച്ചേസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റോറേജ് ആൻഡ് സ്റ്റോഴ്സ് അക്കൗണ്ടിങ്. അതായത് നമ്മൾ ഏതൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം, അതിൻ്റെ അക്കൗണ്ടിങ്, ആ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ സ്റ്റോറേജ് ഈസ് എ പ്രോസസ് വിച്ച് ഡിജിറ്റൽ ഡാറ്റ ഈസ് സേവ്ഡ് വിത്തിൻ എ ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ് ബൈ മീൻസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി. നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ മുഴുവൻ കമ്പ്യൂട്ടറിലാണ് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെക്കുക. എത്ര എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ. എക്യുപ്മെൻറ്റ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം ഹെൽപ്സ് ഇൻ കീപ്പിംഗ് ട്രാക്ക് ഓഫ് ഇൻവെൻട്രി ദാറ്റ് റിക്വയർഡ് ടു വൈൽ പെർഫോമിംഗ് എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ്. നമുക്ക് ചിലതൊക്കെ ഇത്ര സമയം കഴിയുമ്പോൾ റിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്, റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് റീപ്ലേസ് ചെയ്യണം. അതേപോലെ തന്നെ റിപ്പയർ ചെയ്യേണ്ടതൊക്കെ ആണെങ്കിൽ കറക്റ്റ് ടൈം കഴിയുമ്പോൾ, ചില മെഷീൻസൊക്കെ ആണെങ്കിൽ ഇത്ര ടൈം റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലീനിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്, എന്തൊക്കെ വിവരങ്ങളാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, അതിൽ ഫോളോ ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതാണ് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിൽ വരുന്നത് നോ പ്രിസൈസ്ലി വാട്ട് യു ഹാവ്. ഫസ്റ്റ് വേണ്ടത് എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മൾ സ്റ്റോക്കായിട്ട് നമ്മൾ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നതാവും, ചിലത് നമ്മൾ പെർമനൻറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ അത് നമ്മൾ എന്തായിട്ട് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. അല്ലാത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ ലൂസ് ടൂൾസ് എന്ന് പറയും. ചില സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്, പക്ഷേ അസറ്റ് എന്നുള്ള കാറ്റഗറിയിലേക്ക് അത്രയധികം കാറ്റഗറിയിലേക്ക് വരില്ല. അതൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള മെറ്റീരിയൽ എന്നുള്ള സ്റ്റേഷനറിയോ മെറ്റീരിയലൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ബിന്നായിട്ട് ഉപയോഗിക്കുന്ന ബാസ്ക്കറ്റ്, ചിലപ്പോൾ അത് 4-5 വർഷമൊക്കെ നമ്മളത് യൂസ് ചെയ്യണം. അതൊരു മെറ്റീരിയലല്ല, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലല്ല. അപ്പോൾ അത് മെറ്റീരിയൽ എന്ന കാറ്റഗറിയിൽ വരില്ല. പക്ഷേ അതെന്താണ്, വേസ്റ്റ് ബിന്നാണ്, നമുക്ക് അസറ്റാണോ, അതൊരു അസറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലും വരില്ല. കാരണം 4-5 കൊല്ലം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അസറ്റ് എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യണം. നമുക്ക് റവന്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുക. അല്ലാത്ത സാധനങ്ങൾ നമ്മൾ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് ബിൻ ഏത് കാറ്റഗറിയിൽ പെടും, അത് സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു ഐറ്റത്തിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ വേണ്ടത് നോ പ്രിസൈസ്ലി വാട്ട് യു ഹാവ്, എന്താണ് നമ്മുടെ കയ്യിലുള്ളത്, ഇൻവെൻട്രി ആയിട്ട് എന്തുണ്ട്, സ്റ്റോക്കായിട്ട് എന്തുണ്ട്, സ്റ്റേഷനറി ആയിട്ട് എന്തുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. നമ്മുടെ കമ്പ്യൂട്ടറിൽ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യേണ്ടത്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. കൃത്യമായിട്ട് നമുക്കറിയണം എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ. ലോട്ട് ഓഫ് ബിസിനസ് ഡു നോട്ട് നോ വാട്ട് ദ എക്യുപ്മെൻറ്റ് ദേ ഹാവ് ഇൻ ഇൻവെൻട്രി. ഏതൊക്കെ ഇൻവെൻട്രി ആക്കണം, ഏതൊക്കെ മെറ്റീരിയൽ ആക്കണം, ഏതൊക്കെ സ്റ്റേഷനറി ആക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതിരിക്കും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് വെൻ ഡു യു നോ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് വെൻ ഡു യു നോ. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യാനായിട്ടുള്ള വേസ്റ്റുകൾ, മെറ്റീരിയൽസ്, അതൊക്കെ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ മെറ്റീരിയലാണ് റോ മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കുറേ വേസ്റ്റ് മെറ്റീരിയലും നമ്മൾ കീപ്പ് ചെയ്യും. ചില വേസ്റ്റുകൾ നമുക്ക് റീപ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വേസ്റ്റുകളുണ്ടായിരിക്കും, അത് നമ്മളെ സംബന്ധിച്ച് മെറ്റീരിയലാണ്. വേസ്റ്റ് ആണെങ്കിൽ കൂടി മെറ്റീരിയലാണ്. ചില കോട്ടൺ മില്ലുകളിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റുകൾ നമ്മൾ കോട്ടന് വേണ്ടി ഉപയോഗിക്കുന്ന, അതായത് വൈപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് മെറ്റീരിയലായിട്ട് തന്നെയാണ്, അത് മറ്റേതിൻ്റെ റോ മെറ്റീരിയലായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കും. പിന്നെ നോ പ്രിസൈസ്ലി ഹൗ ആൻ അസറ്റ് ഈസ് യൂസ്ഡ്. അതാണ് വെൻ എക്യുപ്മെൻറ്റ് യു ഹാവ് ടു ദെൻ ഇമ്പോർട്ടൻറ്റ് ടു നോ ഹൗ ദ പീസസ് ഓഫ് എക്യുപ്മെൻറ്റ് ബി ബി യൂസ്ഡ്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഈ വേസ്റ്റ് ബിന്നൊക്കെ ഒരിക്കലും അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതൊന്നും ഒരിക്കലും നമുക്ക് ഇൻകം ഇൻക്രീസ് ചെയ്യാനായിട്ട്, റവന്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് അതൊരിക്കലും ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അസറ്റുകൾ ഏതൊക്കെയാണ്, ആസ് യൂസ് ടു ഓഫീസ് പർപ്പസ് ഓൺലി, പേഴ്സണൽ ഓൾസോ, നമ്മൾ പേഴ്സണൽ യൂസസിന് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം, ഓഫീസ് ആവശ്യത്തിന് ഉപയോഗിക്കും. നമ്മൾ പെൻ സ്റ്റാൻഡ്, അതൊരു കുറേ കാലത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ കുറേ കാലം ഉപയോഗിക്കുന്ന ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അസറ്റായിട്ടാണ് ഉപയോഗിക്കുക. പക്ഷേ അതൊന്നും നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുകയോ നമുക്ക് റവന്യൂ കൂട്ടുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ളതിനെയൊന്നും നമ്മൾ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് അസസ് ചെയ്യുകയാണ് പിന്നെ ചെയ്യുന്നത്. പിന്നെ ബെറ്റർ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ദെൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഈസ് ഓൾ അബൌട്ട് ഹാവിങ് ഇൻവെൻട്രി റൈറ്റ് ക്വാണ്ടിറ്റി ഇൻ ദ റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈം.
അപ്പോൾ ഓർഡർ ചെയ്യുന്നത് മോർ ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യാൻ പാടില്ല, ലെസ് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യാൻ പാടില്ല. മോർ ക്വാണ്ടിറ്റി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവാനായിട്ടുള്ള സാധ്യത, നമ്മുടെ കുറേ എമൗണ്ട് ആ ക്വാണ്ടിറ്റിയിൽ ആ മെറ്റീരിയലിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യത. അപ്പോൾ വേറെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ ഫണ്ടില്ലാതെ വരും. ഇനി ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഇല്ലാതെയും വരും. അപ്പോൾ അതൊക്കെയാണ് നല്ല ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുക. നമ്മൾ മുന്നേ കുറേ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെടുന്നതാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇനി അവോയ്ഡിങ് ഇൻവെൻട്രി ഇഷ്യൂസ്, അതാണ് നമ്മൾ പറഞ്ഞത് ക്രിട്ടിക്കൽ ബിസിനസ് ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും ഉണ്ടാവാനായിട്ട് പാടില്ല. ബോത്ത് പ്രോബ്ലംസ് ക്യാൻ ബാഡ്ലി ഇമ്പാക്റ്റ് ഓഫ് ദ ബിസിനസ് ബിക്കോസ് then having too much inventory, problem not having equipment inventories. The software enables you keep track of inventory. സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഇൻവെൻട്രി എത്രയുണ്ട്, എത്ര ബാക്കിയുണ്ട് എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ സോഫ്റ്റ്വെയർ, അതിനുള്ള സോഫ്റ്റ്വെയറുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സ്റ്റോക്ക് നമുക്ക് മെസ്സേജ് തരണം. അതായത് മിനിമം സ്റ്റോക്കിനേക്കാളും കുറവായി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് സിഗ്നൽ തരുന്ന രീതിയിൽ നമ്മൾ സോഫ്റ്റ്വെയറുകൾ അപ്ലോഡ് ചെയ്ത് വയ്ക്കും. ഇനി അവോയ്ഡ് എക്യുപ്മെൻറ്റ് ഫെയിലിയർ. നമ്മൾ എക്യുപ്മെൻറ്റ് ഫെയിലിയർ ക്യാൻ ബി ലെതൽ ഫോർ ബിസിനസ് ബൈ കീപ്പിംഗ് ട്രാക്ക് ഓഫ് മെയിൻ്റനൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ എക്യുപ്മെൻറ്റ് ഫെയിലിയർ, നമ്മുടെ മെഷീനറികൾ ഒരിക്കലും ഫെയിലിയർ ഉണ്ടാവാനായിട്ട് പാടില്ല. നമ്മൾ ടൈമൊക്കെ ലേറ്റ് ഫെയിലിയറായി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ സമയം കുറേ, എംപ്ലോയീസിൻ്റെ ടൈമൊക്കെ കുറേ വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ബാഡ് റിസൾട്ട്, അത് നമ്മൾ പറഞ്ഞത് പാക്കൊക്കെ ചെയ്യുമ്പോൾ പാക്കിലൊന്നും ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെ വരുന്ന ബാഡ് റിസൾട്ടും ഉണ്ടാവാനായിട്ട് പാടില്ല. റിസൺ ക്യാൻ ബി ഡിലേ ഓർ ഡെലിവറി. അപ്പോൾ റിപ്പയറോ മെയിൻ്റനൻസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുക, നമുക്ക് ഡിലേ വരും, ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് കറക്റ്റ് ടൈമിൽ ഉണ്ടാക്കാൻ പറ്റില്ല, ഡെലിവറി ചെയ്യാനൊക്കെ ആയിട്ട് പറ്റില്ല. അപ്പോൾ പ്രോപ്പർ മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റിലും ഇത്ര സമയം കഴിയുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണത്, ഇത്ര പ്രാവശ്യം റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ലൂബ്രിക്കൻസ് കൊടുക്കണം, അതായത് ഓയിലൊക്കെ ഇടുക എന്നൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അത് റിപ്പയർ ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ബ്രേക്ക് ഡൗണ് കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. Next, make informed decision. Most business decisions are made on the basis of data. If accurate not, then business losses in effectiveness. നമുക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്, നമ്മളെപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് കറക്റ്റ് ഡിസിഷൻ, നമ്മുടെ സ്റ്റോക്ക് എത്രയുണ്ട്, എത്രമാത്രം സ്റ്റോക്കുണ്ട്, എത്രമാത്രം നമ്മൾ പ്രൊഡക്റ്റുകൾ ഡെലിവർ ചെയ്യുന്നുണ്ട്, അതിനൊക്കെ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ആ ഇൻഫോർമേഷൻ അനുസരിച്ചുള്ള ഡിസിഷൻസ് ഉണ്ട്. അല്ലാണ്ട് ഒരു ഗസ് വർക്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ഡിസിഷൻസ് എടുത്താലാണ് ഫ്യൂച്ചർ ഗോൾസൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻസ് എടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കറക്റ്റ് ടൈമിൽ ഫൈനൽ പ്രൊഡക്റ്റുകൾ ഡെലിവറി ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഇൻഫോർമേഷൻ അനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, കറക്റ്റായിട്ട് സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട്, എന്നിട്ട് സ്റ്റോക്ക് കീപ്പ് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഡിസിഷൻസ് അനുസരിച്ച് നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് അനുസരിച്ച് വേണം ഡിസിഷൻസ് എടുക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് വരുന്നത്, ഇൻവെൻട്രിയിൽ ചെയ്യുന്നത്. അതാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.